നമ്മുടെ കിലോമീറ്റർ ഇപ്പോൾ 38,800 അപ്പോൾ ഒരു ലോങ് പോണതുകൊണ്ട് വേളാങ്കണ്ണി വരെ പോണതുകൊണ്ട് ഒരു എക്കോ സ്പോർട്ടിന്റെ മൈലേജ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ നോർമൽ യൂസിൽ 12 കിലോമീറ്റർ മൈലേജാണ് കിട്ടിയേക്കുന്നത്. അതായത് 8.2 ലിറ്ററാണ് 100 കിലോമീറ്റർ എടുക്കാൻ നമുക്ക് ആവശ്യം വന്നേക്കണേ. ഇത് നമ്മുടെ TIVCT 1.5 ലിറ്റർ ഇന്ത്യയിൽ ഉണ്ടാക്കിയേക്കുന്ന ഡ്രാഗൺ എഞ്ചിനാണ്. പവറൊക്കെ അതുകൊണ്ട് ആവശ്യത്തിനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആവറേജ് ഫ്യൂൽ 1 റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണേ. അത് റീസെറ്റായി. ഇനി ട്രിപ്പ് 1 ഓഡോമീറ്റർ 0 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വഴിയെ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ AC ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ഒരു നാവിഗേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് സിം ഉള്ള മോഡലാണ്. നമ്മളിപ്പോൾ ഫോൺ വെച്ച് ഹോട്ട്സ്പോട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ ഒരു സൗകര്യമുണ്ട്. AC ഓണാണ്. നമ്മൾ പാലിയക്കര ടോൾ പ്ലാസയിൽ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഫാസ്ടാഗ് പേടിഎമ്മിൻ്റെ ആയിരുന്നു. അറിയാലോ, പേടിഎം RBIയുടെ ഗൈഡ് ലൈൻസിന്റെ താഴെ ആയേക്കാണ്. അപ്പോൾ നമ്മൾ പുതിയ ഫാസ്ടാഗ് എടുത്തു, SBIയുടെ. എന്തായാലും പേടിഎമ്മിൽ അവൈലബിൾ ബാലൻസ് വർക്ക് ആവാന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പം നമുക്ക് മൈലേജ് 7 ലിറ്റർ പെട്രോളിനെയാണ് 100 കിലോമീറ്റർ ഓടുന്നത്. അപ്പം ഏകദേശം 14 മുകളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിൽ ശരിക്കും തോന്നുന്നത് ഒരു 6ാമത്തെ ഗിയർ 6th ഗിയറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് നല്ലതായിരുന്നു തന്നെ. കാരണം നമ്മളിപ്പോൾ ഈ സ്ട്രെയിറ്റ് റോഡൊക്കെ 5th ഏകദേശം 2500 RPM എത്തി. നമ്മൾ 80-90 തന്നെ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗിയറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ഹെൽപ്പ് ആയിരുന്നു. നമുക്കത് മൈലേജിനായാലും പവറിനായാലും ടോർക്കൊന്നും ഒരു പരാതിയും നമുക്ക് തോന്നുന്നില്ല. സിറ്റിയിലായാലും സ്ലോ ചെയ്യുമ്പോഴായാലും ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മുടെ മാപ്പ് ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 5:30 എത്തുന്നതാണ് വിചാരിക്കുന്നത്. വിഷ്ണു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടികൾ നോക്കുന്നത്. പിന്നെ മൈലേജ് ടെസ്റ്റ് ഓൺ ഗോയിങ്, കുഴപ്പമില്ല. പിന്നെ എവിടെ ഉറങ്ങിയോടാ? 7 ദിവസം ഉറങ്ങിയിട്ടില്ല, 7 ദിവസം ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ ഈ കർട്ടൻ കൊടുത്തേക്കുന്നത് ഒരുപാട് ഹെൽപ്പായി. ഏകദേശം 33 ഡിഗ്രി ഒക്കെ ഔട്ട് സൈഡ് ടെമ്പറേച്ചർ ഉണ്ട്. കർട്ടൻ ഉള്ളത് ഒരുപാട് സൗകര്യമായിട്ടാണ് തോന്നുന്നത്. നമുക്ക് ഈ വണ്ടിയിൽ 123 PS പവർ കിട്ടുന്നുണ്ട്. അത് 6500 RPM തന്നെ കിട്ടും. ഇതിപ്പോൾ 6500 RPMലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. 2500 തന്നെ നമ്മൾ 100 കിലോമീറ്റർ സ്പീഡിലേക്ക് ഏകദേശം എത്തുന്നുണ്ട്. 6th ഗിയർ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായേനെ. പിന്നെ ടോർക്കായാലും നമുക്ക് ആവശ്യത്തിന് 150 4500 തന്നെ കിട്ടുന്നുണ്ട്. ഇതാണ്ടോ ഞാനെന്ന് പറഞ്ഞ മറ്റേ വുഡ്മാൻ്റെ. അപ്പോൾ ഇത് മറ്റേ 4G ഉള്ളതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ കണക്ട് ചെയ്യണ്ട, ഫോണിലെ ചാർജ് ഇറങ്ങി പോവില്ല. അതുപോലെ ഹോട്ട്സ്പോട്ട് കൊടുക്കണ്ട. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്ലെയറിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് നെറ്റെടുക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് ഫോൺ പോലെ എല്ലാ ആപ്പും വർക്ക് ചെയ്യും. മാപ്പ് ഇട്ടിട്ട് പോവാം. സാധാരണ പ്രീപെയ്ഡ് സിം കാർഡിൽ ചെയ്യണ ഡാറ്റ പാക്ക് തന്നെ ചെയ്താൽ മതി. വേറെ അഡീഷണൽ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല. ബെസ്റ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയ മൈലേജ് എന്ന് പറയുന്നത് 16.3 ആണ്. അതായത് ഇപ്പോൾ 100 കിലോമീറ്ററിന് 6.1 ലിറ്റർ പെട്രോള്. ഇതിലിപ്പോൾ നമ്മളൊരു ആവറേജ് സ്പീഡ് ഒരു 80 കാണായിരിക്കും. നമ്മൾ ബിറ്റ്വീൻ 70 and 90 ആണ് സ്പീഡ് പിടിച്ചേക്കുന്നത്. പിന്നെ ഇത് ഹൈവേ മൈലേജ് മാത്രമാണ്. സിറ്റിയിലൊന്നും അങ്ങനെ കയറേണ്ട വന്നിട്ടില്ല. നമ്മുടെ തമിഴ്നാട് ഹൈവേയിലാണ്. പിന്നെ AC സെക്കൻഡിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ 3 പാസഞ്ചേഴ്സ് ആണ് ഉള്ളത്. അതൊരു മോശമില്ലാത്ത മൈലേജാണ്, 16 കിലോമീറ്റർ മൈലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എക്കോ സ്പോർട്ടിന് ഹൈവേയിൽ കിട്ടാവുന്ന ഒരു നല്ല മൈലേജ്. പെട്രോൾ എത്രയാണ്? 101.
വെളങ്ങണെത്തി. അപ്പോൾ ഏകദേശം 520 കിലോമീറ്റർ ആയിരുന്നു.